യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ നാം സംസാരിക്കുവാൻ ആരംഭിച്ച വിഷയം ഇതാ. യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ ചെയ്തു തരും. കൃത്യമായി യേശുക്രിസ്തു പറഞ്ഞു, നാം പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു വിടുതലുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. അവിടെ പറയുമ്പോൾ ഇന്നലെ രാത്രി എന്നോട് എൻ്റെ ഭാര്യ പറഞ്ഞു, യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ നാമം എന്നൊക്കെ പറയുമ്പോൾ തെറ്റായ ഒരു ചിന്ത വരും. ആ പേരിനാണ് പ്രസക്തി. ഇപ്പം മന്ത്രം ചൊല്ലുന്നത് പോലെ, ഇത് മന്ത്രം ചൊല്ലുന്നത് പോലെ ചൊല്ലുവാനുള്ള ഒരു പേരല്ലിത്. യേശുവിൻ്റെ നാമം എന്ന് പറയുമ്പം ഐ ആം ട്രസ്റ്റിംഗ് ഇൻ ദ വർക്ക് ഓഫ് ദ ലോർഡ്. യേശു ക്രിസ്തുവിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് നാം കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടത്, ഡീമൻസ് വിൽ കാസ്റ്റ് ഔട്ട് ഇൻ ഹിസ് നെയിം. അശുദ്ധ ആത്മാക്കൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ ഓടിപ്പോകും. ഓടിപ്പോകുന്നത് ആ പേര്. ഇപ്പം അങ്ങനെയാണെങ്കിൽ ഒത്തിരി ഈ നമ്മുടെ സ്പാനിഷ് സഹോദരന്മാർക്ക് ഇസൂസ് എന്ന് പേരുണ്ട് അല്ലേ? ആ പേരിലല്ല, പക്ഷേ ആ പേരിൻ്റെ പുറകിലുള്ള വ്യക്തിത്വമാണ് നമുക്ക് രൂപാന്തരം തരുന്നത്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ അലറിയോടും, രോഗങ്ങൾ വിടുതൽ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഹീലിംഗ് വിൽ ഒക്കർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദർ ഈസ് പവർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അങ്ങനെയാണെന്ന് വരികിൽ നമ്മുടെ വായിച്ച വാക്യം, നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നത് പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് ചെയ്തു തരും എന്നാണ് പറയുന്നത്. വാട്ട് ഡസ് ഇറ്റ് മീൻ ടു പ്രേ ഇൻ ദ നെയിം ഓഫ് ജീസസ്? യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഒന്ന്, when we are praying in the name of Jesus, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പം we are admitting the bankruptcy of my name. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പം ഞാൻ പറയുന്നത്, എൻ്റെ നാമത്തിൽ എനിക്ക് ദൈവസന്നിധിയിൽ വരുവാൻ എനിക്ക് സാധിക്കില്ല. എൻ്റെ സ്വന്തത്തിൽ എനിക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ എനിക്ക് സാധിക്കത്തില്ല. ഞാൻ അതുകൊണ്ട് പറയുന്നു, കർത്താവെ, ഞാൻ ബാങ്ക്രപ്റ്റാ, എനിക്കൊന്നും കഴിയത്തില്ല, എന്നെക്കൊണ്ട് ഒന്നിനും സാധിക്കത്തില്ല, എനിക്കൊരു കഴിവുമില്ല, അതുകൊണ്ട് എനിക്ക് പേരില്ല, എനിക്ക് പ്രസക്തി, എനിക്ക് യാതൊന്നും പറവാനില്ല, എനിക്കൊരു അധികാരവുമില്ല. ഐ ആം ട്രസ്റ്റിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അങ്ങനെയാണെന്ന് വരികിൽ ഇന്ന് രാവിലെ നാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പം പറയുന്നത്, എൻ്റെ പേരിനോ യാതൊരു പ്രസക്തിയുമില്ല, എൻ്റെ വ്യക്തിത്വത്തിന് യാതൊരു പ്രസക്തിയുമില്ല, എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. ഇന്ന് രാവിലെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പം ഐ ആം അക്നോളജിങ് മൈ പൊസിഷൻ ഇൻ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിലുള്ള എൻ്റെ പൊസിഷനാണ് ഞാൻ ക്ലെയിം ചെയ്യുന്നത്. ഞാൻ കർത്താവിനോട് ദൈവസന്നിധിയിൽ അടുത്ത് വന്നേച്ച് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥനയുടെ അവസാനം യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ, ആമേൻ. നമ്മൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ നമ്മൾ പലപ്പോഴും അത് പറയുന്നത്? നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചത് കൊണ്ട് വി ആർ ജസ്റ്റ് പ്രേയിങ് ഇറ്റ് അല്ലേ? ഇൻ ജീസസ് നെയിം വി പ്രേ, ആമേൻ അല്ലേ? നമ്മുടെ കൊച്ചു പിള്ളേർ പ്രാർത്ഥിക്കുമ്പോഴും അത് പ്രാർത്ഥിക്കും, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അത് പ്രാർത്ഥിക്കും. എന്തിനാണ് അത് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ അപ്പച്ചൻ അങ്ങനെ പ്രാർത്ഥിച്ചത്. അപ്പച്ചനോട് ചോദിച്ചാൽ അപ്പച്ചൻ പറയും, എൻ്റെ അപ്പച്ചൻ അങ്ങനെ പ്രാർത്ഥിച്ചത്. ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകുകയാണ്. പക്ഷേ ആ പ്രാർത്ഥിക്കുമ്പം യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ എന്ന് ഞാൻ പറയുമ്പം ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ നാമത്തിൽ എനിക്കവിടെ പ്രസൻറ്റ് ചെയ്യാനൊന്നുമില്ല. ഞാൻ ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ അടുത്തു വരുമ്പം there is absolutely, I have nothing to come and say in PC Jacob's name.
PC ജേക്കബിൻ്റെ പേരിന് ഒരു വിലയുമില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ നമ്മുടെ പേരിന് എന്തെങ്കിലും വിലയുണ്ടെന്ന് ആരെങ്കിലും ചിന്തിച്ച ഒന്നുമില്ലെന്ന് എന്നോട് പരിഭവമൊന്നും ഉണ്ടാകണ്ട. ഒന്നും നിങ്ങളുടെ പേരിന്, എൻ്റെ പേരിന് യാതൊരു വിലയുമില്ല. ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ എനിക്ക് പറവാനുള്ളത്, ലോർഡ് ഐ ആം ബാങ്ക്രപ്റ്റ്, എനിക്കൊന്നുമില്ല, ബട്ട് ഐ ആം കമ്മിങ് ടു യു ട്രസ്റ്റിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. രണ്ട്, വെൻ വി കം ടു ദ ലോർഡ്, ദൈവസന്നിധിയിൽ നാം അടുത്ത് വന്നേച്ച് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഐ ആം ഐഡൻറ്റിഫൈങ് വിത്ത് ദ പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ പറയുന്നത് ഞാനല്ല, ഐ ആം ഹൈഡിങ് ബിഹൈൻഡ് ജീസസ്. ക്രിസ്തുവിൽ മറഞ്ഞിരുന്നുകൊണ്ട് ഞാൻ പറയുക, കർത്താവേ എനിക്ക് വേണ്ടി പ്രാർത്ഥന കേൾക്കണം. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. Ephesians chapter 1 verse 3. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അവിടെ പൗലോസ് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പം ആ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ഒരു എഫക്റ്റ് ഉണ്ട്. പൗലോസ് പറയുന്നത് ഈ നമുക്കെന്തെങ്കിലും വല്ലതും കിട്ടും എന്നല്ല പൗലോസ് അവിടെ പറയുന്നത്. പൗലോസ് പറയുന്ന വാക്ക് നോക്കിക്കേ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ള ഒന്നും എന്നിൽ നിന്നും മറച്ചു വച്ചിട്ടില്ല. അവിടെയുള്ളത് മുഴുവൻ എനിക്ക് ലഭിച്ചിരിക്കുക. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും. അടുത്ത പദം നമ്മെ ക്രിസ്തുവില. നമുക്ക് ലഭിക്കുന്നതെല്ലാം ക്രിസ്തുവിലെ ലഭിക്കത്തുള്ളൂ. ക്രിസ്തു ഇല്ലെന്ന് വരികിൽ നമുക്കൊന്നും ലഭിക്കത്തില്ല. എവറിത്തിങ് ദാറ്റ് ഐ ക്യാൻ ക്ലെയിം ഈസ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അതിൻ്റെ 11-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. Ephesians chapter 1 verse 11. മതി, ആ ഒറ്റ പദം മതി. അവനിൽ നാം അവകാശവും പ്രാപിച്ചു. ഇൻ ഹിം വി ഹാവ് ഒബ്റ്റെയിൻഡ് ദ ഇൻഹെറിറ്റൻസ്. അവനിൽ നാം അവകാശം പ്രാപിച്ചു എന്ന് പറയുമ്പോൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പൻ ഉണ്ടാക്കിയിട്ടത് അതിൻ്റെ അവകാശം എനിക്കാണ്. ഉണ്ടാക്കിയിട്ടിട്ടുണ്ടെന്ന് വരികിൽ ഇപ്പം പിതാവ് ഉണ്ടാക്കിയത് ഇപ്പം നമ്മളൊക്കെ വെട്ടിപ്പിടിച്ച് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാക്കിയിടുന്നുണ്ടല്ലേ? ഇപ്പം ആ ഉണ്ടാക്കിയിടുന്നത് ഉറപ്പായിട്ടും ആർക്കാ പോകുന്നേ? മക്കൾക്കാ. കാരണം എന്നാ? അവർ നമ്മുടെ മക്കളായതുകൊണ്ട് അല്ലേ? അവർ നമ്മുടെ മക്കളായതുകൊണ്ട് ആ ഇൻഹെറിറ്റൻസ് ഓട്ടോമാറ്റിക്കലി വിൽ ഗോ ടു ദം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, യേശു ക്രിസ്തുവിൽ എനിക്ക് ഈ ഇൻഹെറിറ്റൻസ് എല്ലാം എനിക്ക് ലഭിച്ചിരിക്കുക. പക്ഷെ നമ്മുടെ കുഴപ്പം എന്നാണെന്നറിയാമോ? യേശു ക്രിസ്തുവിൻ്റെ അളവറ്റ ആത്മീക സമ്പത്ത് അതിൻ്റെ അവകാശി നാം ആണെന്ന് വരികിലും ആ ധനത്തെപ്പറ്റി ബോധ്യമില്ലാതെ നാം വെറും ഭിക്ഷുക്കളായി പലപ്പോഴും തീരുകയാണ് അല്ലേ? നമുക്ക് ഇപ്പം ഈ അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് ഞാനൊരു സംഭവം കേട്ടിട്ടുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തി ജനിക്കുന്ന സമയത്ത് അന്നത്തെ പ്രവാചകന്മാരാരോ വന്ന് അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവിനോട്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഫിലിപ്പ്, അദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ പയ്യൻ ഉണ്ടായാൽ ഇവന് പ്രായപൂർത്തിയാകുന്ന അന്ന് നിൻ്റെ തല പോവും. ഇപ്പം അപ്പനാണെന്ന് വരികയിലും പുള്ളിക്ക് ഇമ്പോർട്ടൻ്റ് ഏതായിരുന്നു അറിയാമോ? ഇരിക്കുന്ന കസേരയായിരുന്നു. അതുകൊണ്ട് ഈ കുഞ്ഞുണ്ടായപ്പോഴേ ഇതിനെ കൊണ്ട് കൊല്ലുവാൻ ഒരാടയിൽ ഈ കൊച്ചിനെ കൊടുത്തയച്ചു. ഇദ്ദേഹത്തെ കൊണ്ട് വനത്തിൽ കൊണ്ടുപോയി കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയപ്പം ഈ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പം ഇതിനെ കൊല്ലാൻ തോന്നിയില്ല. ഈ കുഞ്ഞിനെ ഇത്
അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഇല്ല, സീസറിൻ്റെ കാര്യമാണ്. ഈ കുഞ്ഞിനെ അവർക്ക് അലക്സാണ്ടർ ചക്രവർത്തിയാണ്. ഈ കുഞ്ഞിനെ അവർക്ക് കൊല്ലാൻ തോന്നിയില്ല. ഈ കുഞ്ഞിനെ ഇവർ ഒരു ആട്ടിടയൻ്റെ കയ്യിൽ കൊടുത്തു. ആട്ടിടയൻ ഈ കുഞ്ഞിനെ വളർത്തി. ഈ കുഞ്ഞിനെ ആട്ടിടയൻ വളർത്തി പ്രായമായി വന്നപ്പം ഇവൻ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പം ഈ ആട്ടിടയൻ പറയും, മോനെ നിനക്കത് പറ്റത്തില്ല. ഇപ്പം ഇവൻ നോക്കുമ്പോൾ മറ്റ് ആട്ടിടയന്മാരൊക്കെ ഓരോന്ന് ചെയ്യുന്നു, അതൊന്നും ഇവനെ അനുവദിക്കത്തില്ല. ഇപ്പം എപ്പോഴും ഇവനോട് പറയും, മോനെ നിന്നെക്കുറിച്ചുള്ള ദൗത്യം വലുതാ, നീ വലിയ ആളായി തീരേണ്ടത്, നിനക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവൻ അവസാനം അപ്പനോട് ചോദിച്ചു, ഈ ആട്ടിടയനോട് ചോദിച്ചു, യു നീഡ് ടു ടെൽ മീ ഹൂ ഐ ആം, ഞാൻ ആരാണെന്ന് നീ പറഞ്ഞു തരണം. എനിക്കറിയാം ഞാനൊരു ആട്ടിടയനല്ലെന്ന്. കാരണം ആട്ടിടയൻ ചെയ്യുന്ന പലതും ചെയ്യുവാൻ നീ എന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആരാണെന്ന് പറഞ്ഞു തരണം. അദ്ദേഹം പറഞ്ഞു, നീ ചക്രവർത്തിയുടെ മകനാ, അടുത്ത ചക്രവർത്തി ആകേണ്ടവൻ നീയാ. ഈ അന്ന് ചരിത്രം പറയുന്നത്, ഓൺ ദാറ്റ് ഡേ ഹി ഡിസൈഡഡ് ഹി വിൽ വാക്ക് ബാക്ക് ടു ദ പാലസ്. അന്ന് അവൻ അവിടുന്ന് എഴുന്നേറ്റു, അവൻ പാലസിൽ ചെന്നെന്നാണ് പറയുന്നത്. പിന്നീടുള്ള ചരിത്രം നമുക്കറിയാം, ലോകത്തെ കീഴ്പ്പെടുത്തി. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? നമ്മുടെ അധികാരം എന്താണെന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇപ്പോഴും നമ്മൾ പാപ്പരായി നടക്കുകയാണ്. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ഇപ്പോഴും പാപ്പരായി നടക്കുകയാണ്. 1916 മരിച്ചുപോയ ഹെറ്റി ഗ്രീൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഹെറ്റി ഗ്രീൻ മരിക്കുമ്പം ഹെറ്റി ഗ്രീനിന് $100 മില്യൺ അവിടെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഹെറ്റി ഗ്രീൻ ജീവിച്ചത് എങ്ങനെയാണെന്നറിയാവോ? ഈ ഓട്ട്മീൽ തന്നെ അത് ചൂടാക്കത്തില്ല. കാര്യം എന്നാണെന്നറിയാവോ? ചൂടാക്കാൻ പോയാൽ അത്രയും എനർജി കൺസ്യൂം ചെയ്യും. അതുകൊണ്ട് ഇത് ചൂടാക്കാതെ പച്ച ഓട്ട്മീൽ കഴിച്ച ഈ സ്ത്രീ ജീവിച്ചത്. ഇവരുടെ മകന് കാലിനൊരു പ്രയാസമുണ്ടായിട്ട് ഫ്രീ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന സ്ഥലം അന്വേഷിച്ച് പോയി കാല് മുറിച്ച് കളയേണ്ടി വന്നു. അവസാനം ഈ സ്ത്രീ മരിച്ചു കഴിഞ്ഞ് നോക്കുമ്പോഴാണ് അറിയുന്നത് $100 മില്യൺ ഈ സ്ത്രീയുടെ ബാങ്കിലുണ്ട്. മരിച്ചുപോയ മേരി കോവർ എപ്പോഴും പറയുന്ന ഒരു കഥയുണ്ട്. പണ്ട് നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് കപ്പലിൽ പോയ ഒരാളുടെ കഥ. അയച്ചാനല്ല കേട്ടോ, കപ്പലിൽ പോയ ഒരാളുടെ കഥ. അന്ന് ഓൾ ഇൻക്ലൂസീവ് ടിക്കറ്റ് കൊടുത്ത് ഈ വ്യക്തിയെ കപ്പലിൽ കയറ്റി യാത്ര അയച്ചു. കപ്പലിൽ കയറ്റി 7 ദിവസം ദീർഘയാത്രയുണ്ട്. ഇവർ വീട്ടിൽ നിന്ന് കുറച്ച് ബ്രെഡും പൊതിഞ്ഞുകൊണ്ട് വന്നു. വിശക്കുമ്പോൾ എല്ലാം ഇവർ ഈ ഉണക്ക ബ്രെഡും ബാത്റൂമിൽ പോയി അവിടുന്ന് വെള്ളം പിടിച്ച് ഇവർ കഴിക്കുക. ആദ്യത്തെ ദിവസം ഈ സ്ത്രീ അങ്ങനെ ചെയ്തു. പിറ്റേ ദിവസവും ഇത് തന്നെ ചെയ്തപ്പം ആളുകൾ ചോദിച്ചു, നീ എന്നാ അവിടെ വന്നൊന്നും കഴിക്കാത്തത്? അവൾ പറഞ്ഞു, എനിക്കതിനുള്ള പൈസ ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു, നിൻ്റെ ടിക്കറ്റ് ഒന്ന് എടുത്ത് നോക്കിക്കേ, നിൻ്റെ ടിക്കറ്റ് ഇറ്റ്സ് ആൻ ഓൾ ഇൻക്ലൂസീവ് ടിക്കറ്റാണ്. നിനക്ക് എന്തു വേണമെങ്കിലും ഇവിടുന്ന് കഴിക്കാം, കുടിക്കാം, അതെല്ലാം ഉള്ള ടിക്കറ്റാണ്. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? നമ്മൾ പലരും ഹെറ്റി ഗ്രീനായിട്ടാണ് മാറുന്നത്. നമ്മൾ പലരും നമുക്ക് മുഴുവൻ ധനം നമ്മുടെ കയ്യിലുണ്ടെന്ന് വരികിലും സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹവും നമുക്കുണ്ടെന്ന് വരികിലും അവനിൽ നാം അവകാശം പ്രാപിച്ചു എന്ന് വരികിലും പലപ്പോഴും നമുക്ക് ലഭിച്ചത് എക്സസൈസ് ചെയ്യാതെയാ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കട്ടെ, ഹെറ്റി ഗ്രീനെ നമ്മൾ എക്സെൻട്രിക് എന്ന് വിളിക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മെ ഒന്ന് ചിന്തിച്ച്, ദൈവം സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ യേശുക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കെ അത് നാം ഉപയോഗിക്കുന്നുണ്ടോ? ആർ വി എക്സസൈസിങ് the right? Are we exercising the privilege that God had given to us? ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവകാശം അത് നാം എക്സസൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ഇന്ന് രാവിലെ നാം ഒന്ന് പരിശോധിച്ചേ. അവിടെ എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവനിൽ നാം അവകാശവും പ്രാപിച്ചു. നാം അവകാശം പ്രാപിച്ചത് യേശുക്രിസ്തുവിലാണ്. നമുക്ക് ലഭിച്ച അവകാശം ഏതാണെന്നറിയാമോ?
എനിക്ക് ലഭിച്ച അവകാശം എന്ന് പറയുന്നത് എൻ്റെ പിതാവിൻ്റെ തുച്ഛമായ ആ സമ്പത്തൊന്നുമല്ല. എനിക്ക് ലഭിച്ച അവകാശം സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? യേശു ക്രിസ്തുവിന് എന്തെല്ലാം അവകാശമുണ്ടോ അതെല്ലാം എനിക്ക് ദൈവം അവകാശമായി തന്നിരിക്കുകയാണ്. അങ്ങനെയാണെന്ന് വരികിൽ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും യേശു ക്രിസ്തുവിൽ നമ്മെ നിറച്ചിരിക്കുന്ന ദൈവം, അങ്ങനെയാണെന്ന് വരികിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന അവകാശം എന്ന് പറയുന്നത് സ്വർഗത്തിൽ എന്തെല്ലാം ഉണ്ടോ, എൻ്റെ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പം താൻ എന്തെല്ലാം ചെയ്തോ അതെല്ലാം ചെയ്യുവാൻ ദൈവം എനിക്ക് അധികാരം നൽകിയിരിക്കുകയാണ്. അങ്ങനെയാണെന്ന് വരികിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം എന്ന് പറയുന്നത്, യേശു ഭൂമിയിലായിരുന്നപ്പം യേശു ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? അവൻ രോഗികളുടെ മേൽ കരം വെച്ചു, അവർക്ക് സൗഖ്യം വന്നു. അവൻ ഭൂതഗ്രസ്തരോട് അവൻ കൽപ്പിച്ചു, അവൻ മരണത്തോട് അവൻ കൽപ്പിച്ചു. അവൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം തൊട്ടപ്പം രോഗികൾ സൗഖ്യമായി എന്ന് വരികിൽ, എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അങ്ങനെയാണെന്ന് വരികിൽ, when I pray in the name of Jesus, what I am telling is that I am identifying with Jesus Christ. When I am identifying with Jesus Christ, I need to identify with everything that he do. I need to identify with his character. I need to identify with his power, and I need to identify with his authority. If that is the case, church is called to be a person who identified with Jesus Christ. യേശു ക്രിസ്തുവിനോട് താതാത്മ്യം പ്രാപിക്കുന്നവരാ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർ. അങ്ങനെയാണെന്ന് വരികിൽ, ഇന്ന് നാം പ്രാർത്ഥിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണെന്ന് വരികിൽ, ഞാൻ പറയുന്നത് ഐ ആം ഐഡന്റിഫൈങ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ യേശുവിനോട് ഐഡന്റിഫൈ ചെയ്തു എന്ന് വരികിൽ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹവും എൻ്റേതാ. ഇന്ന് രാവിലെ ഞാനത് ക്ലെയിം ചെയ്യുക. ഇന്ന് രാവിലെ ദൈവസഭ അത് ക്ലെയിം ചെയ്യുക. As we are going into the praise and worship, that is what we are going to do. As we worship God, as we raise our hand, and as we magnify his name, I am saying, I am identifying with Jesus Christ. Everything that belongs to Jesus, that is mine. Everything God had given to Jesus Christ, I have the power and I have the authority to use that. If that is the case, this morning, as we go to the presence of the Lord, as we worship God, we are saying to God, God, I come to your presence. Everything that belongs to you, that is mine. ഇന്ന് രാവിലെ നമുക്കൊന്ന് വിശ്വാസത്താൽ ഏറ്റെടുക്കാം. ഇന്ന് രാവിലെ വിശ്വാസത്താൽ ഏറ്റെടുത്തുകൊണ്ട് നാം പ്രൈസ് ആൻഡ് വർഷിപ്പിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തോട് നമുക്ക് പറവാനുള്ളത്, കർത്താവേ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും യേശു ക്രിസ്തുവിൽ ഞങ്ങളെ നിറച്ചിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം, അങ്ങനെയാണെന്ന് വരികിൽ അവനിൽ ഈ അവകാശം, ഇൻ ഹിം we received this inheritance. So in him we received this inheritance. Shall we go to the presence of the Lord? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് എന്നിട്ട് ദൈവത്തോട് പറയാം, കർത്താവേ, ഒരു മകൻ എന്ന രീതിയിൽ ഞാൻ അവിടുത്തെ പാദപീഠത്തിൽ അടുത്തു വരികയാണ്. അബ്ബ, പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവോടുകൂടെ ഇന്ന് പകലിൽ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വരികയാണ്. യേശുവിൻ്റെ നാമത്തിലാണ് ഇന്ന് പകൽക്കാലം ഞാൻ പ്രാർത്ഥിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിലാണ് ഇന്ന് പകൽക്കാലം ഞാൻ ആരാധിക്കുന്നത്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആരാധിക്കുമ്പം അതിൻ്റെ നടുവിൽ ദൈവിക വിടുതലുകൾ സംഭവിക്കും. Shall we all stand in the presence of the Lord? And if you wanted to come to the altar, there is no pressure. But I strongly believe there is a mighty presence of the Holy Spirit this morning. Doesn't matter, altar is not for the youngsters. Altar is for everyone. Altar is for everyone. Come to the altar, and as we worship God, as we come to the altar and as we surrender, the Spirit of the Lord is going to move in our midst. The name of Lord Jesus Christ, the name is going to be exalted in this place.
യേശുവിന്റെ നാമം ഈ സ്ഥലത്ത് ഉയരുകയാ. ഇന്ന് പകൽക്കാലം രോഗികൾ വിടുവിക്കപ്പെടുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇന്ന് പകൽക്കാലം ഇതിന്റെ നടുവിൽ നാം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ the power of the Lord is going to manifest in this place. God is going to touch some people this morning. Get ready for the move of the Holy Spirit. This morning, as we stand in the presence of the Lord, surrender our life and ask God to move in our midst.